താരസംഘടനയായ അമ്മയിൽ ഒരു എക്സിക്യൂട്ടീവ് അംഗം കൂടി രാജിവെച്ചതോടെ ഭരണസമിതിയിലെ ആളുകളുടെ എണ്ണം 11 കുറഞ്ഞു. നടി ആശ അരവിന്ദാണ് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചത്. സഞ്ജീവനി പദ്ധതിയുടെ അടക്കം ചുമതലയുണ്ടായിരുന്ന ആശ ജനറൽ ബോഡിയിലെ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് രാജി സമർപ്പിച്ചത്. നേരത്തെ ജയൻ ചേർത്തല, ജോയി മാത്യു, കൈലാഷ്, ലക്ഷ്മിപ്രിയ, അൻസിബ തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഇപ്പോൾ ഏതാണ് ഫലത്തിൽ രണ്ടായ അവസ്ഥയാണ്. അമ്മ മാത്രമല്ല, അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയാലും അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി ആയാലും ഒക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ്. അഡ്ഹോക് കമ്മിറ്റി പൂർണ്ണമായും ഇല്ലാതായി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇപ്പോൾ ഈ ഡിവിഷൻ ഉണ്ടായിരിക്കുന്നു. അമ്മ അംഗങ്ങൾക്കിടയിൽ ആശയഭിന്നതയും അഭിപ്രായ ഭിന്നതയും ഒക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആശ അരവിന്ദ് കൂടി രാജിവെച്ചപ്പോൾ എന്താണ് അമ്മയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് വലിയ ഒരു വിടവ് ഈ അമ്മയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുകയാണല്ലോ. അതെ, എന്തായാലും ഓരോ ദിവസം കഴിയുന്ന ഒരു താരസംഘടനയായ അമ്മയിൽ ഓരോ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരംഗം കൂടി രാജിവെച്ചതോടെ ഭരണസമിതിയിലെ ആളുകളുടെ എണ്ണം 11 കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശ അരവിന്ദാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. സഞ്ജീവനി പദ്ധതിയുടെ അടക്കം ചുമതലയുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആശ അരവിന്ദ്. അന്ന് ഈ ജനറൽ ബോഡിക്ക് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ, പ്രതിഷേധങ്ങൾ, ശ്വേതാ മേനോനെതിരായിട്ടുള്ള പ്രതിഷേധം, ഇതിനെല്ലാം പിന്നാലെ ആശ അരവിന്ദ് ഒരു പോസ്റ്റ് ഇടുകയും അല്ലെങ്കിൽ അമ്മ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ തന്റെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ഔദ്യോഗികമായി രാജിവെച്ചിരിക്കുന്നു എന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു എന്ന കാര്യം കൂടി പറയുന്നത്. നേരത്തെ അഡ്ഹോക് കമ്മിറ്റിയിലും ആശയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിവാദങ്ങളൊക്കെ വന്നതിന് പിന്നാലെ ആശ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും രാജി വെച്ചിരിക്കുന്നത്. നേരത്തെ ജയൻ ചേർത്തല, ജോയി മാത്യു, കൈലാഷ്, ലക്ഷ്മിപ്രിയ, അൻസിബ തുടങ്ങിയവരുമൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വീണ്ടും ഓരോ പ്രശ്നങ്ങളായിട്ട് താരസംഘടനയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശ്വേതാ മേനോന്റെ ഭരണസമിതിയിലൊക്കെ സജീവമായി നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആശ അരവിന്ദ്. അങ്ങനെ ഈ കമ്മിറ്റിയെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഏൽക്കുമ്പോൾ അത് തനിക്കും ഏറെ വേദന ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് തങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും തന്നെ ആരും കാണുന്നില്ല, അതിനെയൊന്നും ആരും കണക്കാക്കുന്നില്ല. ഞങ്ങൾക്കുണ്ടായ ചില വീഴ്ചകൾ തുടക്കക്കാരെന്ന നിലയിൽ ഞങ്ങളോട് സഹകരിക്കാതെ അല്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു തിരുത്താതെ ഇത്രയേറെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ആശ അരവിന്ദ് ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി നവമി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.